പാർട്ടി ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള സഖാക്കൾ ഈ വേദിയിൽ സംസാരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വളരെ ദീർഘമായി സംസാരിക്കണം എന്നാഗ്രഹിക്കുന്നില്ല. നമ്മുടെ രാജ്യം ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു സമരത്തെ ഇന്ന് അഭിമുഖീകരിക്കുകയാണ്. സമീപകാലത്തൊന്നും നമ്മൾ കേട്ടിട്ടില്ലാത്ത, നമ്മൾ അറിഞ്ഞിട്ടില്ലാത്ത ഒരു മഹാസമരത്തിനാണ് രാജ്യത്തിൻ്റെ തലസ്ഥാനം ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്. ഡൽഹിയിൽ പോയിട്ടുള്ളവർക്കറിയാം, നമ്മളെപ്പോലുള്ളവർക്ക്, കേരളത്തിൽ ജീവിക്കുന്നവർക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയാത്തത്ര കൊടും തണുപ്പുള്ള കാലാവസ്ഥയാണ് ഡൽഹിയിൽ ഡിസംബർ മാസം. ഡിസംബറും ജനുവരിയും ഒക്കെ അങ്ങനെയാണ്. ആ കൊടും തണുപ്പിൽ, അസ്ഥികൾ ഉറഞ്ഞു പോകുന്ന ശൈത്യത്തിൽ, ഉള്ളിലെ സമരാഗ്നി കെട്ടുപോകാതെ ഈ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന ജനവിരുദ്ധ സർക്കാരിനെതിരായി നിശ്ചയദാർഢ്യമാണ് നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരായ കർഷകർ ഡൽഹിയിൽ കാഴ്ചവെക്കുന്നത്. പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ ഇതിനോടകം നമ്മൾ അറിഞ്ഞു. ആ സമരത്തെ അടിച്ചമർത്താൻ, ആ സമരത്തെ തകർക്കാൻ എല്ലാ ഹീനമായ മാർഗങ്ങളും നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റ് സ്വീകരിക്കും. നടിക്കാൻ നമുക്ക് ആർക്കും സാധിക്കില്ല. കഴിഞ്ഞ 10-15 വർഷങ്ങൾ എടുത്താൽ, അല്ലെങ്കിൽ 10-20 വർഷമെടുത്താൽ, കടക്കിണിയിൽ അകപ്പെട്ട് ജീവിതം ഗതിമുട്ടിയതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന കർഷകരുടെ എണ്ണം 10,000-ങ്ങളല്ല, ലക്ഷങ്ങളാണ്. ലക്ഷക്കണക്കിന് കൃഷിക്കാരായി എന്നതിന്റെ പേരിൽ, കൃഷി ചെയ്തു പോയി എന്നതിന്റെ പേരിൽ ജീവനൊടുക്കേണ്ടതായി വന്നു. ആ രാജ്യമാണ് നമ്മുടെ രാജ്യം. കുറച്ചു നാളുകൾക്ക് മുൻപ് പാർലമെന്റ് സ്ട്രീറ്റിൽ ഡൽഹിയിൽ തമിഴ്നാട്ടിലെ കൃഷിക്കാരുടെ ഒരു വലിയ സമരം നടന്നു. ആ സമരം അന്നോളം ഇന്ത്യ കണ്ടിട്ടുള്ള സമരങ്ങളിൽ നിന്നും വിഭിന്നമായിരുന്നു. ആ സമരത്തിന്റെ പ്രത്യേകത, തമിഴ്നാട്ടിലെ കൃഷിക്കാർ തങ്ങളോടൊപ്പം ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത് കൃഷി നടത്തി വായ്പാ കെണിയിൽ, കടക്കെണിയിൽ അകപ്പെട്ട് കൃഷി ചെയ്ത ഉൽപ്പന്നങ്ങൾക്കൊന്നും വില കിട്ടാതെ, ലോൺ തിരിച്ചടയ്ക്കാൻ കഴിയാതെ, ആകെയുള്ള കിടപ്പാടം വരെ ബാങ്കുകാർ ജപ്തി ചെയ്തു കൊണ്ടുപോയപ്പോൾ കണ്ടു നിൽക്കാനുള്ള കരുത്തില്ലാതെ ജീവനൊടുക്കേണ്ടി വന്ന തമിഴ്നാട്ടിലെ കൃഷിക്കാർ, ആ ജീവനൊടുക്കിയ കർഷകരുടെ തലയോട്ടിയും അസ്ഥികളും കൈകളിൽ ഉയർത്തിപ്പിടിച്ചാണ് ജീവിച്ചിരിക്കുന്ന കർഷകർ സമരം ചെയ്യാൻ വന്നത്. നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ അങ്ങനെ ഒരു സമരം ഉണ്ടായിട്ടില്ല. തെറ്റായ കേന്ദ്ര നയങ്ങളുടെ ഭാഗമായി ആത്മഹത്യ ചെയ്യേണ്ടി വന്ന കൃഷിക്കാരുടെ തലയോട്ടികളും അസ്ഥികളുമായി, എല്ലുകളുമായി പാർലമെന്റ് സ്ട്രീറ്റിൽ ഒരു വലിയ സമരം നടന്നു. എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ കാർഷിക മേഖല ഇങ്ങനെയായി പോകുന്നത്? അതിന്റെ ഉത്തരവാദികൾ ഇന്നത്തെയും ഇന്നലകളിലെയും ഇന്ത്യൻ ഭരണകൂടമാണ്. കോൺഗ്രസിന്റെയും BJP-യുടെയും ഗവൺമെന്റുകളാണ്. ഈ രണ്ട് ഗവൺമെന്റുകളുടെയും ആത്യന്തികമായ നയങ്ങൾ ഒരേപോലെയാണ്. കാർഷിക നയങ്ങൾ, സാമ്പത്തിക നയം, അതെല്ലാം കോർപ്പറേറ്റ് ദാസ്യ മനോഭാവത്തിന്റെ പ്രതിഫലനമാണ്. ഓരോ യൂണിയൻ ബഡ്ജറ്റിലും നാം കാണുന്നതാണ്. ഓരോ തവണ ഇന്ത്യൻ പാർലമെന്റിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോഴും 5 ലക്ഷം കോടിയിൽ പരം രൂപയാണ് ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്ക് നികുതി ഇളവ് കൊടുക്കുന്നത്. കോൺഗ്രസും അങ്ങനെയാണ്, BJP-യും അങ്ങനെയാണ്. ഒരേ തൂവൽ പക്ഷികളാണ്. സായിനാഥ് എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തെ പ്രശസ്തനായ ഒരു മാധ്യമ പ്രവർത്തകൻ കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് പഠനാർഹമായ ഒരു ലേഖനത്തിൽ എഴുതി, ഓരോ വർഷവും ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്ക് കൊടുക്കുന്ന നികുതി ഇളവിന്റെ 1/7, അത്രയും വേണ്ട, അതിന്റെ പകുതി പോലും വേണ്ട, അതിന്റെ ഒരു 1/7 ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി നീക്കിവെക്കാൻ കേന്ദ്ര ഗവൺമെന്റ് സന്നദ്ധമായാൽ ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യർക്കും APL BPL വ്യത്യാസമില്ലാതെ 1 കിലോഗ്രാമിന് 3 രൂപ നിരക്കിൽ അരിയും ഗോതമ്പും ആവശ്യാനുസരണം വർഷം മുഴുവൻ നൽകാൻ കഴിയും. ഇതായിരുന്നു കണക്ക്. സായിനാഥ് ഈ രാജ്യം ആദരിക്കുന്ന മാധ്യമ പ്രവർത്തകനാണ്. അതായത് ഇന്ത്യയിലെ കുത്തക മുതലാളിമാർക്ക് വേണ്ടി, അംബാനിക്കും അദാനിക്കും ടാറ്റയ്ക്കും ബിർളയ്ക്കും ഗോയങ്കയ്ക്കും വേണ്ടി, അതുപോലെയുള്ള കോർപ്പറേറ്റ് ഹൗസുകൾക്ക് വേണ്ടി
ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് ബഡ്ജറ്റിൽ അനുവദിക്കുന്ന നികുതി ഇളവിന്റെ 1/7 ഇന്ത്യൻ ജനസാമാന്യത്തിനു വേണ്ടി ചിലവഴിക്കാൻ തയ്യാറായാൽ ഈ രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും ഒരു വർഷം മുഴുവൻ അവർക്ക് ആവശ്യമുള്ളത്ര അരിയും ഗോതമ്പും കിലോഗ്രാമിന് 3 രൂപ നിരക്കിൽ കിട്ടുന്ന. അങ്ങനെ ചെയ്താൽ പിന്നെ റേഷൻ കടകളുടെ ആവശ്യമില്ല. പൊതുവിപണിയിൽ 1 കിലോഗ്രാം അരിക്ക് 3 രൂപയായിട്ട് മാറും. അതിന്റെ ഏറ്റവും വലിയ ഫലം എന്താണ്? ഇന്ത്യയിൽ പട്ടിണി മരണങ്ങൾ ഉണ്ടാവില്ല. ഇന്നും ലോകത്തിൽ ഏറ്റവും കൂടുതൽ പട്ടിണി മരണങ്ങൾ നടക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഇന്ത്യയുടെ സ്ഥാനം. പട്ടിണി മരണം എന്ന് പറഞ്ഞാൽ അലനല്ലൂരിലുള്ളവർക്ക്, കേരളത്തിലുള്ളവർക്ക് സങ്കല്പിക്കാൻ പ്രയാസമുള്ള ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ പട്ടിണി എന്ന് പറഞ്ഞാൽ ജോലി തിരക്ക് കൊണ്ടോ യാത്രയിലായതിന്റെ പേരിലോ മറ്റോ ഉച്ചയ്ക്ക് 1 മണിക്ക് കഴിക്കേണ്ട ഊണ് 3 മണിയായാൽ അതാണ് നമ്മുടെ പട്ടിണി. അല്ലെങ്കിൽ 4 മണിയായി പോയാൽ അതാണ് പട്ടിണി. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനാകാതെ പോകുന്നതാണ് മലയാളിയുടെ പട്ടിണി. അങ്ങനെ ഒരു പട്ടിണിയെ നേരിടേണ്ടി വന്നാൽ അടുത്ത നേരം നമ്മൾ പലിശയും കൂട്ടുപലിശയും സഹിതം കടം വീട്ടിയിരിക്കും. അതാണ് കേരളത്തിന്റെ പട്ടിണി, അത്രയേ ഉള്ളൂ. എന്നാൽ ഇന്ത്യയുടെ പട്ടിണി അങ്ങനെയല്ല. ദിവസങ്ങളോളം, ആഴ്ചകളോളം പച്ചവെള്ളമല്ലാതെ മറ്റൊന്നും ഭക്ഷണമായി ലഭിക്കാത്ത സാഹചര്യം, അതാണ് ഇന്ത്യൻ പട്ടിണി. ആ ദാരിദ്ര്യം, അങ്ങനെ പട്ടിണി കിടന്ന് മരിച്ചു പോകുന്ന മനുഷ്യർ ഈ 21-ാം നൂറ്റാണ്ടിൽ ലോകത്തിലെ ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ ഇന്ത്യയിലെ പല കോർപ്പറേറ്റ് വമ്പന്മാരും സ്വന്തമായി ഇടം കണ്ടെത്തുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ റിപ്പബ്ലിക്കിന്റെ തെരുവുകളിൽ മനുഷ്യർ പട്ടിണി കിടന്ന് മരിക്കുന്നു. ചേരികളിൽ പുഴുക്കളെ പോലെ, സമ്പന്നന്റെ കാൽക്കീഴിലെ പുഴുക്കളെ പോലെ ജീവിതം നരകതുല്യമായി മാറിയ 10,000-ങ്ങൾ ഇന്ത്യയിൽ ജീവിക്കുന്നു. ആ ചേരിക്ക് ചുറ്റും മതിലുകെട്ടി അമേരിക്കൻ പ്രസിഡന്റിന്റെ കണ്ണിന്റെ മുന്നിൽ നിന്ന് ഇന്ത്യയുടെ ദാരിദ്ര്യം മറച്ചു പിടിക്കാൻ ശ്രമിച്ച ഒരു സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത്. അതാണ് ഈ രാജ്യത്തിന്റെ പ്രത്യേകത. ആ രാജ്യത്തെ ജനങ്ങളുടെ പട്ടിണി മാറ്റാൻ വേണ്ടി കൃഷി ചെയ്യുന്നവരാണ് കർഷകർ. ആ കർഷകർക്ക് ഒരിക്കലും ന്യായവില കിട്ടുന്നില്ല. ഭക്ഷ്യധാന്യങ്ങളുടെയും പച്ചക്കറിയുടെയും കൃഷി ലോകത്തിൽ എവിടെയും സബ്സിഡി മൂലമാണ് നിലനിർത്തുന്നത്. സബ്സിഡി കൊടുക്കണം, സർക്കാർ സഹായം കൊടുക്കണം, എന്നാലേ അത് ലാഭകരമായി മുൻപോട്ട് പോകൂ. അതിനു പകരം ഈ ബഡ്ജറ്റിലും കഴിഞ്ഞ ദിവസം നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റിലും ഇന്ത്യയിലെ കർഷകർക്ക് വെച്ചു നീട്ടുന്നത് കടമെടുക്കാനുള്ള അവസരമാണ്. ആ കടക്കെണിയിൽ കുടുങ്ങിയതിന്റെ പേരിലാണ് ലക്ഷക്കണക്കിന് വരുന്ന കൃഷിക്കാർ ആത്മഹത്യ ചെയ്തത്. ആ ആത്മഹത്യ ചെയ്ത കൃഷിക്കാരുടെ പച്ചമണ്ണിന്റെ നനവ് വിട്ടുമാറിയിട്ടില്ലാത്ത ശവകുടീരത്തിൽ ചവിട്ടി നിന്നാണ് വീണ്ടും ഇന്ത്യൻ കർഷകർക്ക് മരണവാറണ്ട് ഒരുക്കുന്ന നിയമം ഇന്ത്യൻ പാർലമെന്റിന് മുൻപാകെ ചർച്ച ചെയ്യാൻ പോലും തയ്യാറാകാതെ ഇന്ത്യയുടെ ഗവൺമെന്റ് അംഗീകരിച്ചെടുത്തത്. ആ നിയമത്തിനെതിരായിട്ടാണ് സമരം. ആ സമരം ചെയ്യുന്ന കർഷകരെയാണ് ശത്രു രാജ്യത്തെ സൈനികരെ എന്ന പോലെ യുദ്ധസമാനമായ സാഹചര്യങ്ങൾ ഒരുക്കി ഇന്ത്യ ഗവൺമെന്റ് നേരിടുന്നത്. ലജ്ജാകരമാണ് സാഹചര്യം. പണ്ട് അടിയന്തരാവസ്ഥയുടെ കറുത്ത നാളുകളിൽ, ജനാധിപത്യം ചെങ്ങലക്കിടപ്പെട്ട നാളുകളിലാണ് മലയാളികളുടെ പ്രിയങ്കരനായ കവി സച്ചിദാനന്ദൻ എഴുതി, ഇന്ത്യയെ നിന്റെ വയറ്റിൽ പിറന്നതിനാൽ നാണം മറയ്ക്കുവാൻ ഒരു കീറിയ ദേശീയ പതാക പോലുമില്ലാതെ ചൂളി ഉറഞ്ഞു പോകുന്നു ഞാൻ എന്നാണ് അദ്ദേഹം എഴുതിയത്. ഈ ഇന്ത്യയിൽ ജനിച്ചു എന്നതിന്റെ പേരിൽ ഞാൻ ലജ്ജിച്ചു പോകുന്നു എന്നൊരു കവി എഴുതുകയാണ്. ഇന്ത്യയെ നിന്റെ വയറ്റിൽ പിറന്നതിനാൽ നാണം മറയ്ക്കുവാൻ ഒരു കീറിയ ദേശീയ പതാക പോലുമില്ലാതെ ചൂളി ഉറഞ്ഞു പോകുന്നു ഞാൻ. ഇന്ത്യക്കാരനാണെന്ന് അഭിമാനത്തോടെ നമുക്ക് പറയാനാവണം. പക്ഷേ ഇന്ന് ലോകത്തിന്റെ മുൻപിൽ ഇന്ത്യക്കാരനാണ് എന്ന് അഭിമാനത്തോടെ പറയാൻ ഒരു ഇന്ത്യക്കാരന് കഴിയാത്ത സാഹചര്യം ഇന്ത്യ ഗവൺമെന്റ് സൃഷ്ടിച്ചിരിക്കുന്നു. ലോകത്തിലെ ഒട്ടേറെ മഹത് വ്യക്തികൾ ഈ വലിയ സമരത്തെ ചൂണ്ടി പറയുന്നു. ഈ സമരത്തിന് പരിഹാരം കാണേണ്ടതല്ലേ എന്ന് ചോദിക്കുന്നു. അങ്ങനെയുള്ളവരെ ചീത്ത പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, അവരെ ആക്ഷേപിച്ചതുകൊണ്ട് കാര്യമില്ല. സർക്കാരിന്റെ ഔദാര്യങ്ങൾക്ക് വേണ്ടി ക്യൂ നിൽക്കുന്നവർ ഒരുപക്ഷെ സർക്കാരിന് വേണ്ടി വാഴ്ത്തുപാട്ടുകൾ പാടുന്നുണ്ടാവും. എന്നാൽ വാഴ്ത്തുപാട്ടുകളല്ല ജനാധിപത്യത്തിന്റെ ഹൃദയം. ജനാധിപത്യത്തിന്റെ ഹൃദയം എതിർപ്പുകളാണ്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഭരണാധികാരികളോട് യോജിക്കാനുള്ള സ്വാതന്ത്ര്യമൊന്നല്ല. അതെല്ലാ ഏകാധിപതികളും വകവെച്ചു കൊടുക്കുന്നതാണ്. ഭരണാധികാരികളോട് വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ജനാധിപത്യം. ഞാൻ വിയോജിക്കുന്നു എന്ന് പറയാൻ ഒരു പൗരനുള്ള സ്വാതന്ത്ര്യത്തിന്റെ സാമാന്യമായ പദപ്രയോഗമാണ് ജനാധിപത്യം.
എന്നാൽ വർത്തമാനകാല ഇന്ത്യയിൽ ജനാധിപത്യവും മതനിരപേക്ഷതയും പൗരാവകാശങ്ങളുമെല്ലാം അർത്ഥം നഷ്ടപ്പെട്ട വെറും വാക്കുകൾ മാത്രമായി മാറുന്ന ഒരു കാലമാണ്. ഈ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ ഇച്ഛയ്ക്കെതിരായ ഭരണമാണ് കേന്ദ്ര BJP സർക്കാർ ഇന്ത്യയിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ എന്തും ചെയ്യാനുള്ള ലൈസൻസ് അതുവഴി കിട്ടി എന്നർത്ഥമില്ല. തെരഞ്ഞെടുപ്പുകളിൽ ജയവും തോൽവിയും ഉണ്ടാവും. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ശരി തന്നെ ജയിച്ചു കൊള്ളണം എന്നില്ല, തെറ്റും ചെയ്യും. അതാണ് ജനാധിപത്യത്തിന്റെ പ്രത്യേകത. ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ തങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാം എന്നൊരു ജനാധിപത്യത്തിന്റെ വേദപുസ്തകത്തിലും എഴുതിയിട്ടില്ല. എതിർക്കുന്നവരുടെ കൂടി ഇംഗിതം മനസ്സിലാക്കി എല്ലാവർക്കും വേണ്ടി ഭരിക്കുമ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണമാവുക. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ശരിയായ നിലപാടുകൾ മാത്രം ജയിച്ചു വരില്ല. ലോകത്തിൽ എവിടെയും അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇപ്പൊ 924 തോന്നുന്നു, കൃത്യമായി ഓർമ്മയില്ല. ഇറ്റാലിയൻ ജനറൽ ഇലക്ഷൻ നടക്കും. ഇറ്റാലിയൻ ജനറൽ ഇലക്ഷനിൽ 65% വോട്ട് നേടി ജയിച്ച നേതാവിന്റെ പേര് മുസോളിനി എന്നായിരുന്നു, ബെനിറ്റോ മുസോളിനി. ലോകം കണ്ട ഏറ്റവും വലിയ ഏകാധിപതികളിൽ ഒരാൾ, ഫാസിസത്തിന്റെ ഉപജ്ഞാതാവെന്ന് പോലും ചരിത്രത്തിൽ പലരും വിശേഷിപ്പിക്കുന്ന ഒരാൾ, ഏറ്റവും ഹീനമായ ഭരണ നടപടികളുമായി ഒരു ജനതയുടെ സ്വാതന്ത്ര്യ സ്വപ്നങ്ങൾക്കുമേൽ കരിനിഴൽ വിതച്ച ലോകത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട ഭരണാധികാരികൾ ഒരാൾ ബെനിറ്റോ മുസോളിനി. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് 65% വോട്ട് നേടിയിട്ടാണ്. 65%. ലോകത്തിലെ ഏറ്റവും വലിയ സ്വേച്ഛാധിപതികളുടെ പട്ടികയിൽ ആദ്യ സ്ഥാനത്ത് നിൽക്കുന്ന മുസോളിനിയെ പോലെ, അദ്ദേഹത്തെ പോലെ തന്നെ ലോകം വെറുപ്പോടെയും അറപ്പോടെയും എന്നും ഓർമ്മിക്കുന്ന പേരാണ് അഡോൾഫ് ഹിറ്റ്ലറുടെ. ഹിറ്റ്ലർ ജർമ്മൻ ഫെഡറൽ ഇലക്ഷനിൽ മത്സരിച്ച് വിജയിക്കുമ്പോൾ ഭൂരിപക്ഷം നേടിയാണ് ജയിച്ചത്. 44% വോട്ടോ മറ്റോ അദ്ദേഹത്തിന് അന്ന് കിട്ടി. ഹിറ്റ്ലറും മുസോളിനിയും ജയിച്ചത് ഭൂരിപക്ഷം നേടിയിട്ടാണ്. ഹിറ്റ്ലർക്ക് കിട്ടിയ അതേ ശതമാനം വോട്ടാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ സഖ്യത്തിന് കിട്ടിയത്. ഹിറ്റ്ലർക്കും നരേന്ദ്രമോദിക്കും ഭൂരിപക്ഷം ലഭിച്ചത് ഏതാണ്ട് ഒരേ ശതമാനം വോട്ടുകളായിരുന്നുവെന്ന് ചരിത്രത്തിലെ ഒരു യാദൃച്ഛികതയാവാം. പക്ഷെ അങ്ങനെ ഒന്ന് സംഭവിച്ചു. എന്നാൽ ഈ ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വന്നവർക്ക് അനാദികാലം ജനങ്ങളുടെ മേൽ തങ്ങളുടെ സ്വേച്ഛാധികാരത്തെ ഉപയോഗപ്പെടുത്താൻ സാധിച്ചുവോ? ലോക ചരിത്രത്തിൽ ആ ചോദ്യത്തിന് വിശദമായ ഉത്തരം കാലത്തിന്റെ കൈകൾക്ക് മായ്ച്ചു കളയാൻ കഴിയാത്ത അഗ്നിസാക്ഷ്യങ്ങളായി കിടപ്പുണ്ട്. ഏറെക്കാലം അനാദികാലം ഭരണത്തിൽ തുടരാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, ഇറ്റാലിയൻ ജനറൽ ഇലക്ഷനിൽ വൻ ഭൂരിപക്ഷം നേടിയ മുസോളിനിയെ ആ നാട്ടിലെ ജനങ്ങൾ തന്നെ അടിച്ചു കൊന്നു കെട്ടിത്തൂക്കി എന്നാണ് ചരിത്രം. മിലാനിലെ നഗര ചത്വരത്തിൽ ആ രാഷ്ട്രത്തിന്റെ ഏകാധിപതി ഏതൊരു സാധാരണ മനുഷ്യന്റെയും മൃതശരീരം പോലെ വരുന്നവരും പോകുന്നവരുമെല്ലാം പ്രതിഷേധ സൂചകമായി ആ മൃതശരീരത്തിൽ കല്ലെറിഞ്ഞുവെന്ന ഏതൊരു മനുഷ്യന്റെയും മൃതശരീരം പോലെയായിരുന്നു ആ ഏകാധിപതിയുടെ ഒരു പ്രത്യേകതയും ഉണ്ടായില്ല. ഹിറ്റ്ലർക്ക് ആത്മഹത്യ ചെയ്യേണ്ടതായി വന്നു. യുദ്ധക്കൊതിമൂത്ത ഹിറ്റ്ലറെ സോവിയറ്റ് ചെമ്പട കീഴടക്കുന്നതിനും തന്റെ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ ചുറ്റികയും ഒരുവാളും ആലേഖനം ചെയ്ത ഈ രക്തപതാക ഉയരുന്ന കാഴ്ച കണ്ട് നിരാശാഭരിതമായ മനസ്സോടെ തന്റെ കാമുകിയെയും വളർത്തുനായെയും വെടിവെച്ചു കൊന്ന ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു. ജനക്കൂട്ടം തല്ലിക്കൊന്ന മുസോളിനിയും ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ഹിറ്റ്ലറും ഭൂരിപക്ഷം നേടി തിരഞ്ഞെടുപ്പിൽ ജയിച്ച നേതാക്കന്മാരും ഭരണാധികാരികളുമായിരുന്നുവെന്ന് എല്ലാ ജനവിരുദ്ധ ശക്തികളും എല്ലാ സ്വേച്ഛാധിപതികളും ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഞാൻ സൂചിപ്പിച്ചത് തിരഞ്ഞെടുപ്പിൽ ജയിച്ചു എന്നതുകൊണ്ട് ഏകാധിപത്യത്തിലേക്ക് ഒരു വാതിൽ തുറക്കുന്നു എന്നർത്ഥമില്ല. തിരഞ്ഞെടുപ്പ് വിജയങ്ങൾ നമ്മളിൽ ഉത്തരവാദിത്വമാണ് ഏൽപ്പിക്കുന്നത്. ആ ഉത്തരവാദിത്വം ജനാധിപത്യപരമായി നിർവഹിക്കാനുള്ള വിശാലമായ മനസ്ഥിതി, ജനാധിപത്യ ബോധം, രാഷ്ട്രതന്ത്രം ഒരു ഭരണാധികാരിക്കുണ്ടാവണം. അതിനു പകരം ഒരു തിരഞ്ഞെടുപ്പിൽ ജയിച്ചു, അതുകൊണ്ട് തങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ മേലെ എല്ലാ ഹീനമായ നടപടികളും അടിച്ചേൽപ്പിക്കാം എന്ന് കരുതുന്നുണ്ടെങ്കിൽ ഇന്ത്യ അവരെ തിരുത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിലുണ്ട്.
ഞാനതിന്റെ വിശദാംശങ്ങളിലേക്കാകെ കടന്നു പോകുന്നില്ല. ഇപ്പൊ ഓരോ ദിവസവും പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ഇവിടെ വില കൂടുകയാണ്. പെട്രോളിനും ഡീസലിനും വില കൂടും, പാചകവാതകത്തിന് വില കൂടും. ഇന്ന് കൂടുന്നു, ഇന്നലെ കൂടി, നാളെയും കൂടും. ഈ രാജ്യത്തെ ജനങ്ങളുടെ മുൻപാകെ എന്ത് ന്യായമാണ് പറയാനുള്ളത്? എന്തെല്ലാം അപഹാസ്യമായ ന്യായങ്ങൾ ഇടവേളകളില്ലാതെ സംഘപരിവാർ നേതൃത്വം ജനങ്ങളുടെ മുൻപാകെ പറഞ്ഞു. സ്വയം അപമാനിതരായി ജനങ്ങളുടെ മുൻപാകെ സ്വയം അപഹാസ്യരാകാനുള്ള സംഘപരിവാർ നേതൃത്വത്തിന്റെ അവകാശത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ജനങ്ങളോടുള്ള ബഹുമാനമില്ലായ്മയല്ലേ അത്തരം ന്യായങ്ങളിലെല്ലാം തെളിഞ്ഞു നിൽക്കുന്നത്? കേന്ദ്രമന്ത്രി കൂടിയായിരുന്ന ഒരു മലയാളി, ഇപ്പോ അല്ല, അദ്ദേഹം കഴിഞ്ഞ കുറെ വർഷങ്ങളായി പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവിനെ ന്യായീകരിച്ചത് അത് കക്കൂസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. കക്കൂസ് ഉണ്ടാക്കാൻ, അങ്ങനെയാണെങ്കിൽ കക്കൂസ് ഇല്ലാത്തോടത്തെ വില കൂട്ടിയാൽ പോലെ. കേരളത്തിൽ എല്ലാ വീട്ടിലും കക്കൂസ് ഉണ്ട്. സമ്പൂർണ്ണ വെളിയുടെ വിസർജന വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ട സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ഏക സംസ്ഥാനമാണ്. നമുക്ക് അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഇനി കക്കൂസ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കേരളത്തിൽ. അപ്പൊ കേരളത്തിൽ പെട്രോളിനും ഡീസലും വില കുറച്ചു. ഉത്തരേന്ത്യയിൽ മനുഷ്യൻ പട്ടിണി കിടന്ന് മരിക്കുകയാണ്. അപ്പോഴാണ് അവിടെ കക്കൂസ് ഉണ്ടാക്കുന്നത്. കക്കൂസിൽ പോകണമെങ്കിൽ ആദ്യം വയറ്റിലേക്ക് എന്തെങ്കിലും പോകട്ടെ. അത് കിട്ടാതെയാണ് ആള് മരിക്കുന്നത്. ആള് മരിക്കുന്നിടത്ത് എന്തിനാ കക്കൂസ് ഉണ്ടാക്കുന്നത്? ലോകം മുഴുവൻ കക്കൂസ് ഉണ്ടാക്കാൻ ആവശ്യമായ പൈസ കൂടുതൽ ഇപ്പോ പെട്രോൾ ഡീസൽ വില വർധനവിലൂടെ ശരിക്കും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ വില വർധനവ് നിൽക്കുന്നില്ല. ഇപ്പോഴത്തെ ഒരു കേന്ദ്രമന്ത്രി പല സിദ്ധാന്തങ്ങളും അവതരിപ്പിക്കുന്നു. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. എന്താണ് പറയുന്നതെന്ന് അദ്ദേഹത്തിനും മനസ്സിലാവുന്നില്ല, അത് കേൾക്കുന്നവർക്കും മനസ്സിലാവുന്നില്ല. ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിലെ പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയെടുത്ത് പരിശോധിച്ചാൽ ശ്രീലങ്കയിലും മ്യാൻമറിലും ബംഗ്ലാദേശിലും നേപ്പാളിലും പാകിസ്ഥാനിലുമെല്ലാം ഇന്ത്യയേക്കാൾ കുറവാണ് പെട്രോളിനും ഡീസലിനും വില. വളരെ കുറവാണ്. ബംഗാളിലും ശ്രീലങ്കയിലും പാകിസ്ഥാനിലുമെല്ലാം ജനിച്ചു വളർന്ന മനുഷ്യർക്ക് ഇന്ത്യയിൽ ജനിച്ചു വളർന്ന മനുഷ്യരിൽ നിന്ന് എന്ത് വ്യത്യാസമാണുള്ളത്? അവർ BJP ഭരിക്കുന്ന ഒരു രാജ്യത്തല്ല എന്ന ഒറ്റ കാരണം കൊണ്ട് ഇന്ത്യയിൽ ലഭിക്കുന്നതിനേക്കാൾ വളരെ താഴ്ന്ന വിലയിൽ പെട്രോളും ഡീസലും എല്ലാം അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നു എന്നതാണ് പ്രത്യേകത. ഞാൻ കൂടുതൽ മറ്റ് ദേശീയ രാഷ്ട്രീയ സ്ഥിതിഗതികളെ കുറിച്ചോ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭരണ നടപടികളെ കുറിച്ചോ കടന്നു പോകുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ത്യയിലെ ജനങ്ങൾക്ക് അങ്ങേയറ്റത്തെ പ്രയാസങ്ങൾ നിരന്തരം വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ ഇപ്പോ രാജ്യത്തിന്റെ മുഴുവൻ ശ്രദ്ധയാകർഷിച്ചൊരു മഹാസമരം നടക്കും. ആ സമരത്തിന് പിന്തുണ നൽകുക എന്നതാണ് എല്ലാ ജനാധിപത്യവാദികളുടെയും കടമ. ഈ കേരളത്തിൽ നിന്നും നമ്മുടെ നാട്ടിൽ നിന്നല്ല ആ കർഷകർക്ക് പിന്തുണയുമായി കർഷക സംഘത്തിന്റെ പ്രവർത്തകർ ഈ ചുവന്ന കൊടിയുമായി അവിടെ പോയി. അവിടെ എല്ലാ വിഭാഗം കർഷകരും സമരത്തിലുണ്ട്. അവർക്ക് പിന്തുണയുമായി നമ്മൾ നമ്മുടെ ജനപ്രതിനിധികൾ അവിടെ മഞ്ഞും മഴയും വകവയ്ക്കാതെ, മരം കോച്ചുന്ന തണുപ്പിനെ വകവയ്ക്കാതെ അവിടെയുണ്ട്. ഇന്നലെ 10-15 രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരായ MP-മാരുടെ ഒരു സംഘം കർഷകർക്ക് ഐക്യദാർഢ്യവുമായി അവിടെ ചെന്നു. പക്ഷെ ആ കൂട്ടത്തിൽ കോൺഗ്രസ് ഉണ്ടായിരുന്നില്ല. കോൺഗ്രസിന്റെ ഭാവി പ്രധാനമന്ത്രി എന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മളെ വിശ്വസിപ്പിക്കുകയും അവസാനം വയനാട്ടിലെ ഒരു MP ആയി മാറുകയും ചെയ്ത കോൺഗ്രസിന്റെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ആ സമയത്ത് വയനാട്ടിലാണ്. അദ്ദേഹം സാധാരണ വയനാട്ടിലേക്ക് വരാറേയില്ല. ഡൽഹിയിൽ വലിയ സമരം പൊട്ടിപ്പുറപ്പെട്ടപ്പോ അദ്ദേഹം വയനാട്ടിൽ വന്നു. പിറ്റേന്ന് മലയാള മനോരമയിൽ ഒരു വാർത്ത, രാഹുൽ ഗാന്ധി ചായക്കടയിൽ കയറി ചായ കുടിച്ചു. നമ്മളൊക്കെ ബാർബർ ഷാപ്പിൽ പോയിട്ടാണ് ചായ കുടിക്കുക. രാഹുൽ ഗാന്ധി മാത്രം ചായക്കടയിൽ പോയിട്ട് ചായ കുടിച്ചു. പണ്ട് ശ്രീ AK ആന്റണിയെ കുറിച്ച് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് മലയാള മനോരമ ഇതുപോലെ ഒരു വാർത്ത എഴുതി. അദ്ദേഹം വീട്ടിലേക്ക് നടന്നു വരികയായിരുന്നു. അപ്പോൾ അദ്ദേഹം സ്വന്തം മാതാവിനെ കണ്ടു. അദ്ദേഹം അമ്മച്ചി എന്ന് വിളിച്ചു. സാധാരണ സ്വന്തം മാതാവിനെ കാണുമ്പോൾ അപ്പച്ച എന്നാണ് എല്ലാവരും വിളിക്കുക. ആന്റണി മാത്രം അമ്മച്ചി എന്ന് വിളിച്ചു. ഇത് മലയാള മനോരമയുടെ ഒരു ശൈലിയാണ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ ദിവസം, ആദ്യം മുഖ്യമന്ത്രിയായപ്പോൾ ശ്രീ AK ആന്റണിയെ പുകച്ച് പുറത്തു ചാടിച്ച് ഇവിടെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ആദ്യ ദിവസം അന്നത്തെ മനോരമ പത്രം ആരെങ്കിലും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും നോക്കണം. അപ്പൊ സാധാരണഗതിയിൽ ഒരാൾ പുതുതായി മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുമ്പോൾ
അദ്ദേഹത്തിന്റെ വളരെ ആളുകളെ ആവേശഭരിതരാക്കുന്ന ചരിത്ര സന്ദർഭങ്ങൾ, അനുഭവങ്ങൾ, അദ്ദേഹം അനുഷ്ഠിച്ചിട്ടുള്ള ത്യാഗങ്ങൾ, കഷ്ടപ്പാടുകൾ, വളർന്നു വന്ന സാഹചര്യം, ഇങ്ങനെയൊക്കെ എഴുതും. ഇതൊക്കെ വാർത്ത വരും, സ്വാഭാവികമാണ്. എന്നാൽ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത ദിവസത്തെ ഒരു പ്രധാന വാർത്ത ഇങ്ങനെയായിരുന്നു: ശ്രീ ഉമ്മൻചാണ്ടി മുടി വെട്ടാറില്ല. അതായിരുന്നു വാർത്ത. അതിലെന്താ പ്രത്യേകത? മുടി വെട്ടാത്തത് ആരോടുള്ള യുദ്ധപ്രഖ്യാപനമാണ്? ബാർബർമാരോടുള്ള യുദ്ധപ്രഖ്യാപനം എന്ന് വേണമെങ്കിൽ പറയാം, എന്നല്ലാതെ ഈ രാജ്യത്തിന് അതിനെന്ത് പ്രസക്തിയാണല്ലോ? അതുകൊണ്ട് സംതൃപ്തി വരാതെ പിറ്റേ ദിവസം മനോരമ വീണ്ടും അതിന്റെ തുടർ വാർത്ത കൊടുത്തു. അതിലിങ്ങനെ എഴുതി: അദ്ദേഹം മുടി വെട്ടാറില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം മുടി ചീകാറുമില്ലത്രേ. ഇതൊക്കെ വാർത്തയായിട്ട് വരികയാണ്. മുടി വിട്ടൊരു കളിയില്ല. ഇങ്ങനെ വാർത്തകളെ പൈങ്കിളിവൽക്കരിക്കുക, ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങളിൽ നിന്നും ഇത്തരം കൊച്ചു വർത്തമാനങ്ങളിലേക്ക് വർത്തമാന പത്രങ്ങൾ കടന്നുപോകുക, ഇത്തരം പൈങ്കിളിത്തരങ്ങൾ വിളമ്പുക, അതിന്റെ തുടർച്ചയാണ് രാഹുൽ ഗാന്ധി ചായക്കടയിൽ പോയി ചായ കുടിച്ചു എന്ന വാർത്ത വരുന്നത്. പണ്ട് ഞാൻ ഓർമ്മിക്കുന്നു, ഞങ്ങളൊക്കെ കോളേജ് വിദ്യാർത്ഥികളായിരുന്ന സമയത്ത് വിളിച്ചിട്ടുള്ളൊരു മുദ്രാവാക്യം, എഴുതി വെച്ചിട്ടുള്ള പോസ്റ്ററിലെ ഒരു വാചകം ഇങ്ങനെയായിരുന്നു: ഡയാനയുടെ പ്രസവമല്ല, ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങളാണ് വാർത്ത. ആ കാലത്തെ പാപ്പരാസ്യ സംസ്കാരത്തിനെതിരെ മാധ്യമങ്ങൾ പിന്തുടരുന്ന ജനവിരുദ്ധമായ പൈങ്കിളിവൽക്കരണത്തിനെതിരെ ഒരു തലമുറയുടെ പ്രതിഷേധവും രോഷവുമായി. അത് വീണ്ടും ഏറ്റുവിളിക്കേണ്ട ഒരു കാലഘട്ടം വരികയാണ്. ഡൽഹിയിൽ കർഷകർ ജീവൻ മരണ പോരാട്ടം നടത്തുമ്പോൾ, ആ സമരഭൂമിയിൽ കർഷകർ രക്തസാക്ഷിത്വം വരിക്കുമ്പോൾ, കേരളത്തിൽ നിന്നുൾപ്പെടെ ആ സമരഭൂമിയിലേക്ക് ഐക്യദാർഢ്യവുമായി കൃഷിക്കാർ കടന്നു ചെല്ലുമ്പോൾ, ഇവിടെ ഒരാൾ ചായക്കടയിൽ പോയി ചായ കുടിച്ചു എന്ന് വലിയ വാർത്ത നൽകണമെങ്കിൽ ആ പത്രവും ആ നേതാവും ജനങ്ങളുടെ ശത്രുപക്ഷത്താണ് നിൽക്കുന്നത്, ജനവിരുദ്ധ പക്ഷത്താണ് നിൽക്കുന്നത്. കോൺഗ്രസ് ആ സമരമുഖത്ത് സാന്നിധ്യമായി പോലും കോൺഗ്രസ് ഉണ്ടാവുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇന്നലെ ഇന്ത്യയിലെ 10-15 രാഷ്ട്രീയ പാർട്ടികൾ, അതിൽ CPM ഉം CPI ഉം, എന്തിന് ഈ കേരളത്തിൽ നിന്ന് UDF-ന്റെ ഭാഗമായി ജയിച്ച കൊല്ലത്തെ MP പോലും, പക്ഷെ ഒരു കോൺഗ്രസ് MP ആ കൂട്ടത്തിലില്ല. ഐക്യദാർഢ്യം പ്രകടിപ്പിക്കേണ്ട സമരമുഖങ്ങളിൽ നിന്ന് വെളിപ്പാടകലെ മാറി നിന്ന് സംഘപരിവാർ സർക്കാരിന് അനുകൂലമായ നിലപാട് മൗനമായെങ്കിലും സ്വീകരിക്കുന്നവരായി ഇവർ മാറുകയാണ്. കേരളത്തിൽ ഈ കൂട്ടരുടെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ബാന്ധവത്തിന് ഒരുപാട് തെളിവുകൾ നിരത്തേണ്ട കാര്യമില്ല. BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് ഒരു വാർത്താ സമ്മേളനം നടത്തിയ കെട്ടിടങ്ങൾ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ മുളച്ചു പൊന്തിയത് ഈ 5 കൊല്ലത്തിനിടയിലാണ്. മുഴുവൻ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറിയത് ഈ കാലത്താണ്. ആ മാറ്റം 3 ഡോക്ടർമാർ മുഴുവൻ സമയവും ഉണ്ടാവും എന്നതാണ് അതുകൊണ്ട് ജനങ്ങൾക്ക് കിട്ടുന്ന നേട്ടം. പകൽ സമയം മുഴുവൻ OP ഉണ്ടാവും. ആരും തിരിഞ്ഞു നോക്കാത്ത പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളാണ് ഇങ്ങനെ മാറിയത്. നമ്മുടെ ആശുപത്രികൾ മാറി, സ്കൂളുകൾ മാറി, റോഡുകൾ മാറി, പുതിയ പശ്ചാത്തല സൗകര്യങ്ങൾ ഉണ്ടായി. K-ഫോൺ യാഥാർത്ഥ്യമായി, കൊച്ചി ഇടമൺ പവർ ഹൈവേ യാഥാർത്ഥ്യമായി. ഇവിടെ പവർക്കെട്ടില്ലാത്ത സംസ്ഥാനമായി കേരളം നിലനിന്നു. എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായി. ഗെയിൽ പദ്ധതി പൂർത്തിയായി, മലയോര ഹൈവേ പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ഓരോരോ നേട്ടങ്ങൾ സമയമെടുത്ത് പറയണമെന്ന് ആഗ്രഹിക്കുന്നില്ല. എല്ലാറ്റിനും പുറമെ ക്ഷേമ പെൻഷൻ, 500 രൂപയുണ്ടായിരുന്ന പെൻഷൻ 1500 കടന്ന് ഇപ്പോൾ 1600-ലെത്തുന്നു. വീട്ടിലെത്തിച്ചു കൊടുക്കുന്നു 60 ലക്ഷം മനുഷ്യർക്ക്. ഈ മാറ്റത്തിന്റെ നിറവിൽ നിൽക്കുകയാണ് കേരളം. ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരോട് വരെ നീതി പുലർത്തിയ ഒരു സർക്കാർ, കേരളത്തെ സമഗ്ര വികസനത്തിന്റെ പന്ഥാവിലേക്ക് നയിച്ച ഒരു സർക്കാർ. ആ സർക്കാരിനെ അട്ടിമറിക്കാനാണ് ഇവർ ഒരുമിച്ച് നിന്നത്. എല്ലാ നെറുകേടുകളും എടുത്തു പയറ്റിയത് ഈ സർക്കാരിനെ ഇല്ലാതാക്കാനാണ്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ പ്രഹരം ഏറ്റുവാങ്ങേണ്ടി വന്നത് ആ നിലപാട് സ്വീകരിച്ചതിന്റെ പേരിലാണ്. എന്തുകൊണ്ട് ജനങ്ങളുടെ കോടതി UDF ദയനീയമായി ഒറ്റപ്പെട്ടു? സംഘപരിവാരത്തെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. ഏറ്റവും ദയനീയമായ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ജനങ്ങൾക്കെതിരായ നിലപാട് സ്വീകരിച്ചതിന്റെ പേരിലാണ്. ഇപ്പൊ ഒരു ജാഥ നടക്കുന്നു, വടക്കുന്നു തെക്കോട്ട്. അതാണ് തെക്കോട്ടെടുക്കുന്ന ജാഥ എന്ന് പറയുന്നത്. ആ ജാഥയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാർ എന്താണ് പ്രസംഗിക്കുന്നത്? ആളുകൾ പ്രതീക്ഷിക്കുക, ഒരു തെരഞ്ഞെടുപ്പിന്റെ മുൻപിലാണ് ജാഥ, അപ്പൊ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യും എന്ന് പുതിയ വികസന കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കപ്പെടുമെന്നല്ലേ പ്രതീക്ഷിക്കുക. ഇതാ ഈ പിണറായിയുടെ സർക്കാർ 1600 രൂപയെ പെൻഷൻ കൊടുത്തിട്ടുള്ളൂ, ഞങ്ങൾ വന്നാൽ 2000 കൊടുക്കും. അങ്ങനല്ലേ പറയേണ്ടത്? അതല്ലേ ആരോഗ്യപരമായ ഒരു രാഷ്ട്രീയ സമരം?
നിങ്ങൾ കൊണ്ടുവന്നതിനേക്കാൾ കൂടുതൽ വികസനം ഞങ്ങൾ കൊണ്ടുവരും എന്ന് പറയണ്ടേ? പറയാൻ പറ്റുമോ? എന്താ പറയുന്നത്? അപ്പൂപ്പന്മാരുടെ കുലത്തൊഴിൽ എന്തായിരുന്നു എന്ന് അന്വേഷിക്കുകയാണ് ജാഥയിലെ പ്രസംഗം. നിന്റെ അച്ഛൻ ചെത്തുകാരനായിരുന്നില്ലേ? നിന്റെ അച്ഛൻ കൂലിപ്പണിക്കാരനായിരുന്നില്ലേ? എന്താ പറയുന്നത്? അങ്ങനെയൊക്കെ സാധാരണ പറയാറുള്ളത് ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ വഴക്കം കൂടും പറയായിരിക്കും. 5ാം ക്ലാസ്സിനപ്പുറം ബുദ്ധി വികസിക്കാത്ത നേതൃത്വമാണ് കോൺഗ്രസിന്റെ ശാപം എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ജനങ്ങളുടെ സമ്മതി നേടാൻ ഇവർക്ക് സാധിക്കൂ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലെ ജനങ്ങളോട് പറയുന്നു, ഞങ്ങൾ കെ ഫോൺ യാഥാർത്ഥ്യമാക്കി ഈ മാസം ഉദ്ഘാടനം ചെയ്യും. 20 ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യമാണ് ഇന്റർനെറ്റ് സേവനം. എന്തിനാണ് ഇന്റർനെറ്റ്? കുട്ടികൾക്ക് ഇനി സ്കൂളിലും കോളേജിലും പഠിക്കുന്നവർക്ക് പഠനം മുൻപോട്ട് കൊണ്ടുപോകാൻ ഇന്റർനെറ്റ് കൂടിയേ കഴിയൂ. അപ്പൊ അതിനുവേണ്ടി രക്ഷിതാക്കൾ ഇനി പണം മുടക്കണ്ട, സൗജന്യമായി കിട്ടണം. ലോകത്തിലാദ്യമായി ഒരു സർക്കാർ ജനങ്ങൾക്ക് ഇന്റർനെറ്റ് സേവനം സൗജന്യമായി കിട്ടും. ഗെയിൽ പദ്ധതി യാഥാർത്ഥ്യമായി. അതിന്റെ അടുത്ത ഘട്ടം സിറ്റി ഗ്യാസ് പദ്ധതി. നമ്മുടെ വീടുകളിലേക്ക് ചെറിയ പൈപ്പ് വഴി പാചകവാതകം ഇനി എത്തും. ഇനി വലിയ സിലിണ്ടറും കൊണ്ട് നടക്കണ്ട. അതാണ് അടുത്ത ഘട്ടം. മാത്രമല്ല, ഇപ്പൊ ഒരു സിലിണ്ടർ റീഫിൽ ചെയ്യണമെങ്കിൽ മോദി കഴിഞ്ഞ ദിവസവും കൂട്ടി 25 രൂപ. അതിന്റെ മുൻപത്തെ മാസം 50 രൂപ കൂട്ടി. അങ്ങനെ കൂട്ടി പോവാണ്. ഏതാണ്ട് 10,750 രൂപ വരും. തത്തുല്യമായ ഗ്യാസ് 200 രൂപയിൽ താഴെ നമുക്ക് ലഭിക്കും. അതാണ് മാറ്റം. കൊച്ചി ഇടമൺ പവർ ഹൈവേ യാഥാർത്ഥ്യമായി. അതിന്റെ നേട്ടം ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്നു. എന്താണ്? പവർ കട്ടില്ല. UDF ഭരിക്കുമ്പോൾ ആദ്യം അരമണിക്കൂറും പിന്നെ 1 മണിക്കൂറും കട്ടുണ്ടായിരുന്നു കേരളത്തിൽ. ഇപ്പൊ പവർ കട്ടില്ല. ഈ ഭരണ നേട്ടങ്ങളാണ് ജനങ്ങളുടെ മുൻപാകെ നമ്മൾ വിശദീകരിക്കുന്നത്. UDF ഭരിക്കുമ്പോൾ സ്കൂളിൽ പാഠപുസ്തകം കിട്ടിയിരുന്നില്ല. പരീക്ഷ എത്തിയിട്ടും പാഠപുസ്തകം കിട്ടിയില്ല. പത്രക്കാർ ചോദിച്ചപ്പോൾ മന്ത്രി പറഞ്ഞു, ഇക്കുറി ഓണം നേരത്തെ വന്നതാണ് പറ്റിച്ചത്. ഈ ഓണം ഉണ്ടായ കാലം മുതൽ ചിങ്ങമാസത്തിലാണ് വരിക എന്നുള്ള മൂപ്പർക്ക് വലിയ പിടിപാടില്ല. അതാണ് മൂപ്പർ പറഞ്ഞത്. ഇപ്പോഴോ സ്കൂൾ തുറക്കുന്നതിന് മുൻപ് പാഠപുസ്തകം കഴിയും എന്ന് മാത്രമല്ല, സൗജന്യമായി യൂണിഫോമും കൊടുക്കുന്നു. ലോകത്തിൽ മറ്റെവിടെയില്ല. ഇതാണ് രണ്ട് മുന്നണികൾ തമ്മിലുള്ള വ്യത്യാസം. UDF ഭരിക്കുമ്പോൾ പാഠപുസ്തകം പോലുമില്ല. LDF ഭരിക്കുമ്പോൾ പാഠപുസ്തകം സമയത്തിന് കൊടുക്കുന്നുവെന്ന് മാത്രമല്ല, സ്കൂൾ യൂണിഫോമും കൊടുക്കും സൗജന്യമായിട്ട്. ഇതാണ് മാറ്റം. ഈ മാറ്റമാണ് ജനങ്ങളുടെ മുൻപാകെ നമ്മൾ പറയുന്നത്. അപ്പോ ഇല്ലാ കഥകളും അപവാദവും പറഞ്ഞ് സംഘപരിവാരവുമായി കൈകോർത്ത് ജാതി അധിക്ഷേപം, തൊഴിൽ അധിക്ഷേപം, ജനാധിപത്യ വിരുദ്ധത, ഹീനമായ പ്രചരണം, പ്രയോഗങ്ങൾ, ഇങ്ങനെ പോകുന്ന ഒരു മുന്നണിയെ ജനങ്ങൾ വെറുക്കില്ലേ? ഇതാണ് UDFന്റെ പ്രചരണ ശൈലിയെങ്കിൽ മുഖ്യമന്ത്രിയോടുള്ള വിരോധം കൊണ്ട് മുഖ്യമന്ത്രിയുടെ പിതാവിന്റെ കുലത്തൊഴിൽ അന്വേഷിച്ച് നിങ്ങളുടെ അപ്പനും അപ്പൂപ്പനും ചെത്തുകാരായിരുന്നു, അതുകൊണ്ട് നിങ്ങളും ചെത്താൻ പോയാൽ മതി എന്ന് പറഞ്ഞാൽ അറപ്പോടെ അകറ്റി നിർത്തുക മാത്രമല്ല, ഈ പ്രതിപക്ഷത്തെ വെറുപ്പോടെ കേരളം ആട്ടിയോടിക്കുകയും ചെയ്യും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് കേരളം ബോധ്യപ്പെടുത്തി കൊടുക്കും. പണ്ട് ഇവർ വിളിച്ചൊരു മുദ്രാവാക്യമുണ്ട്, ചാത്തൻ പൂട്ടാൻ പോട്ടെ, ചാക്കോ നാട് ഭരിക്കട്ടെ എന്നൊരു മുദ്രാവാക്യം. പാളയെ കഞ്ഞി കുടിപ്പിക്കും, തമ്പ്രാനെന്ന് വിളിപ്പിക്കും എന്നൊരു മുദ്രാവാക്യം. വൻകിട ഭൂസ്വാമിമാരുടെ ജന്മിമാരുടെ സവർണ തമ്പുരാക്കന്മാരുടെ കാൽ കീഴിലെ പുഴുക്കളെ പോലെ അടിമ ജീവിതം നയിക്കേണ്ടി വന്നൊരു ജനതയ്ക്ക് അവകാശബോധത്തിന്റെ ബാലപാഠങ്ങൾ പറഞ്ഞുകൊടുത്ത് അവരുടെ കയ്യിൽ ചുവന്ന പതാക പിടിപ്പിച്ച് ആധുനിക കേരളം സൃഷ്ടിക്കാനുള്ള പോരാട്ടത്തിൽ ഈ കേരളത്തെ നയിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധസ്ഥിതരോട്, പാവപ്പെട്ടവരോട്, ദളിതരോട്, പിന്നാക്കക്കാരോട് പറഞ്ഞു, നിങ്ങൾ ഇനി പാളയിൽ കഞ്ഞി കുടിക്കരുത്, നിങ്ങൾ ഇനി ആരെയും തമ്പ്രാനെന്ന് വിളിക്കരുത്, നിങ്ങൾ നിവർന്നു നിൽക്കണം, നിങ്ങൾ ഈ നാട്ടിലെ ഏതൊരാളുടെയും താഴെയല്ല, നിങ്ങൾ തുല്യരാണ്. ആ വിപ്ലവാവബോധത്തിന്റെ പുതിയ ആശയങ്ങളെ ഏറ്റുവാങ്ങിയ ഒരു ജനത സ്വയം ഉണർന്നെഴുന്നേറ്റപ്പോ ഈ പ്രതിരോധ ശക്തികൾ കേരളത്തിൽ വിളിച്ച മുദ്രാവാക്യമാണ് പാളയിൽ കഞ്ഞി കുടിപ്പിക്കും, തമ്പ്രാനെന്ന് വിളിപ്പിക്കും. അതായിരുന്നു മുദ്രാവാക്യം. പക്ഷെ ആ മുദ്രാവാക്യത്തിന്റെ സ്ഥാനം അറബിക്കടലിന്റെ ആഴങ്ങളിലാണെന്ന് പിന്നീട് കേരളം തെളിയിച്ചു. അതാണ് ഈ കേരളത്തിന്റെ ചരിത്രം. ആ കേരളത്തിൽ ഇപ്പോഴും ഭൂതകാലത്തിന്റെ പ്രാകൃത മനസ്സുമായി ഒരു കൂട്ടം ആളുകൾ നിൽക്കുന്നുണ്ട്. ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ അവരെല്ലാം കോൺഗ്രസിലാണ്. അതാണ് ആ കോൺഗ്രസ് ജനങ്ങളുടെ കോടതിയിൽ ദയനീയമായ പരാജയം ഏറ്റുവാങ്ങി ആ തെരഞ്ഞെടുപ്പിനെ, തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കേരളത്തിൽ വിശേഷിപ്പിച്ചത് സെമി ഫൈനൽ എന്നായി.
സെമി ഫൈനൽ കഴിഞ്ഞു, ഇനി ഫൈനലിലേക്ക് വരികയാണ്. ഫൈനലിലെ പരാജയത്തിന്റെ ആഘാതം ചെറുതായിരിക്കില്ല എന്നവർക്കറിയാം. അപ്പോ പരാജയം ഏറ്റുവാങ്ങാൻ ഉള്ള കരുത്ത് തേടിയാണ് ഇപ്പോൾ യാത്ര നടക്കുന്നത്. മനസ്സിലായി? ഇപ്പോഴത്തെ ജാഥ വരാനിരിക്കുന്ന പരാജയം ഏറ്റുവാങ്ങാനുള്ള ശക്തി കിട്ടണേ എന്നാഗ്രഹിച്ചുകൊണ്ട് നടക്കുന്ന യാത്രയാണ്. ആ യാത്രയോ ആ ജാഥയോ അവരുടെ കാര്യങ്ങളോ ആ വെടിക്ക് പോട്ടെ. പക്ഷേ ജനങ്ങൾക്കെതിരായ നിലപാട്, ജനപക്ഷ നിലപാട് സ്വീകരിക്കുന്ന ഒരു ഗവൺമെന്റിനെ അപഖ്യാതി പറഞ്ഞു, BJPയുമായി കൂട്ടുചേർന്ന് കേന്ദ്ര ഏജൻസികളുടെ രാഷ്ട്രീയ ലക്ഷ്യമാർന്ന തെറ്റായ നടപടികളെ പിന്തുണച്ചും ജനങ്ങളുടെ ശത്രുപക്ഷത്താണ് ആത്യന്തികമായി UDF എത്തി നിൽക്കുന്നത്. അതവരെ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് എത്തിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ നാട് അഭിമാനകരമായ വളർച്ചയുടെ ഒരു പടവില. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ 5 കൊല്ലമാണ് കടന്നുപോയത്. പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഒന്നിനു പുറകെ മറ്റൊന്നായി വന്നിട്ടു. അതിന്റെ മുൻപിൽ കാലിടറി വീണുപോകാതെ ഏത് മഹാപ്രതിസന്ധിയുടെയും മുൻപിൽ കീഴടക്കാനാവാത്ത ശക്തി ദുർഗം എന്ന പോലെ ഈ മലയാള നാട് കേരളം നിലയുറപ്പിച്ചു. അതിനെ ധീരമായി നയിച്ചു സഖാവ് പിണറായിയുടെ നേതൃത്വത്തിൽ ഇടതുമുന്നണിയുടെ ഗവൺമെന്റ്. കേരളത്തിലെ ജനങ്ങളുടെ കാവലാളുകളായി, സംരക്ഷകരായി, കേരളത്തിലെ ജനങ്ങളുടെ ആശ്വാസമായി ഈ സർക്കാർ നിലയുറപ്പിക്കുക മാത്രമല്ല, ചരിത്രത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ലുകളായി മാറുന്ന വികസന പ്രവർത്തനങ്ങൾ ഒന്നിനു പുറകെ മറ്റൊന്നായി ഏറ്റെടുക്കുകയും ചെയ്യും. അതിന്റെ എല്ലാം ഭാഗമായി ലഭിച്ചതാണ് ജനങ്ങളുടെ സ്വീകാര്യത, ജനങ്ങളുടെ പിന്തുണ. ആ പിന്തുണയും സ്വീകാര്യതയും കൂടുതൽ കരുത്തോടെയും ആത്മവിശ്വാസത്തോടെയും കൂടുതൽ വിനയാന്വിതരായി ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് മുൻപോട്ട് പോകാൻ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ പ്രാപ്തമാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇടതുപക്ഷം ശക്തിപ്പെടേണ്ടത്, കൂടുതൽ കരുത്താർജിക്കേണ്ടത് നമ്മുടെ നാടിന്റെ ആവശ്യമാണ്, നമ്മുടെ രാജ്യത്തിന്റെ ആവശ്യമാണ്. ഇടതുപക്ഷം ദുർബലമായി പോയാൽ, ശിഥിലമായി പോയാൽ, പാവപ്പെട്ടവന്റെ പക്ഷം പിടിക്കാൻ, വർഗീയതയെ എതിർക്കാൻ, കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരെ ശബ്ദമുയർത്താൻ, ഏതു വലിയ പൊന്നു തമ്പുരാന്റെ മുന്നിലും മുട്ടുമടക്കാതെ, നട്ടല് മുളയ്ക്കാതെ, ശിരസ് കുനിക്കാതെ പാവപ്പെട്ടവന് വേണ്ടി ശബ്ദിക്കാൻ ഈ മണ്ണിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനേ സാധിക്കൂ. അതുകൊണ്ട് ആ ഇടതുപക്ഷം ദുർബലപ്പെട്ടുകൂടാ, കൂടുതൽ നാൾക്കുനാൾ ശക്തിപ്പെട്ടു വരണം എന്ന് ഈ നാട് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. വരും നാളുകളിൽ ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനാകെ, ഇടതുപക്ഷത്തിന് നേതൃത്വം നൽകുന്ന CPIM-ന് വിശേഷിച്ചു കൂടുതൽ കരുത്ത് പകരാൻ ജനപക്ഷ രാഷ്ട്രീയത്തിന്റെ പിന്നിൽ ഈ നാടാകെ അണിനിരക്കണം എന്ന് മാത്രം എളിമയോടെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. തുടർന്ന് ഇവിടെ മറ്റു നേതാക്കന്മാരെല്ലാം സംസാരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ അഭിവാദം. വാർത്തകൾ സുതാര്യമായും സുവ്യക്തമായും അറിയാൻ നാഷണൽ ന്യൂസ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ.